ആത്മാർത്ഥമായിട്ട് തന്നെ തീരുമാനിച്ചാണോ അതോ എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി ചെയ്താണോ? ആത്മാർത്ഥമായിട്ട് തന്നെ തീരുമാനിച്ചത്. നിന്നെ ശരിക്കും അറിയാവുന്ന ഞാൻ അത് വിശ്വസിക്കണം അല്ലേ? ഒരു നിർബന്ധമില്ല വിശ്വസിക്കണമെന്ന്. ഞാൻ നല്ലതാണെന്ന് അവകാശപ്പെടുന്നതുമില്ല. എന്തൊക്കെ വെട്ടിപ്പിടിക്കാനായിരുന്നു ഇത്രയും കാലത്തെ ശ്രമം. ഒന്നും നടന്നില്ല. ഒന്നാലോചിച്ചാൽ ഉണ്ടായത് നഷ്ടങ്ങൾ മാത്രം. ഇപ്പൊ അമ്മയും കൂടെ പോയപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ചൊക്കെ കാര്യമായിട്ട് ആലോചിക്കുന്നു. മറ്റുള്ളവരെ ദ്രോഹിച്ച അതിനുള്ള തിരിച്ചടി ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് കിട്ടിയിരിക്കും. ആ പാഠമാണ് ഞാൻ പഠിച്ചത്. അപ്പൊ നല്ല കുറ്റബോധമുണ്ട്. ഉണ്ട്. അതിനുള്ള പ്രായശ്ചിത്തം. അതുകൊണ്ടായിരിക്കും അവയവങ്ങൾ ദാനം ചെയ്യാന്ന് തീരുമാനിച്ചത്. അതെ. അപ്പോ നീ മാറി. മാറി. ഈ മാറ്റം കള്ളത്തരമല്ലല്ലേ? അല്ല. എന്നാ ഞാൻ പറയും ഇത് കള്ളത്തരാന്ന്. ഞാൻ തർക്കിക്കാനില്ല. ആർക്കും എന്തും ചിന്തിക്കാം. അത് എന്റെ വിഷയമല്ല. എങ്കിൽ ഞാൻ പറയുന്നത് ചെയ്യോ? ഇത്രയും കാലവും ചെയ്തു കൂട്ടിയ സകല തെറ്റുകളും നീ വിളിച്ചു പറയണം. പരസ്യമായ ഒരു കുമ്പസാരം പോലെ. എന്തേ അങ്ങനെ ചെയ്യാൻ പറ്റുമോ നിനക്ക്? അങ്ങനെയെന്ന് പഴയ ജീവിതം കഴിഞ്ഞു. ഇന്നു മുതല് ഞാനൊരു പുതിയ മനുഷ്യനാവാൻ ഉദ്ദേശിക്കുന്നു. ആ ഉദ്ദേശം നടക്കണമെങ്കിലേ ഇങ്ങനെ ചിലത് കൂടി ചെയ്യണം. അതൊന്നും പറ്റില്ല. അപ്പൊ നീ മാറിയിട്ടില്ല. നീ വിശ്വസിക്കണമെന്ന് പറഞ്ഞില്ലേ? ഒച്ച വെക്കണ്ട. ഞാനത് പറഞ്ഞപ്പോ നീ അസ്വസ്ഥനായി. അത് തന്നെയാ മാറിയിട്ടില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ്. അവയവദാനം മഹത്തായ ദാനം തന്നെയാ. ഞാൻ ഇങ്ങനെ കുറ്റപ്പെടുത്തിയെന്ന് വെച്ച് തീരുമാനിച്ചൊന്നും മാറ്റാൻ നിൽക്കണ്ട. പക്ഷെ നിനക്ക് മനസ്താപം ഉണ്ടെന്ന് മാത്രം പറയരുത്. മറ്റാരൊക്കെ ഇത് വിശ്വസിച്ചാലും ഞാൻ അത് വിശ്വസിക്കില്ല. കാരണം നിനക്ക് മാറാൻ പറ്റില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. സാർ, ആ വണ്ടി ആക്സിഡന്റിന്റെ CCTV ഫുട്ടേജ് കിട്ടിയിട്ടുണ്ട് സാർ. എവിടെ കാണട്ടെ? ദാ സാർ. ഇത് കള്ള നമ്പർ പ്ലേറ്റ് ഒന്നും അല്ലല്ലോ അല്ലേ? അല്ലെന്നാണ് തോന്നുന്നത് സാർ. ഇത് ആരുടെ കാറാ? ഓണർഷിപ്പ് ഞങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ട് സാർ. എന്നിട്ട് അത് പാർട്ടി ഇത്തിരി കൂടിയേനോ സാർ. ഏത് കുടിയനോ ആയാലും അവന്റെ വിഷപ്പിൽ നമ്മൾ അടിച്ച് താഴെയിടും. ആളാരെന്ന് പറ. അഡ്വക്കേറ്റ് സിദ്ധാർത്ഥൻ. വക്കീലോ? അതെ. ശരിക്കും അന്വേഷിച്ച് തന്നെയാണോ താൻ ഈ പറയുന്നത്? അതെ സാർ. പല ഭാഗത്തു നിന്നുള്ള വിഷ്വൽസ് എടുത്തിട്ടുണ്ട്. പിന്നെ കാറ് വക്കീലിൻ്റെ തന്നെയാണോ എന്ന് അന്വേഷിച്ച് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. റിസൾട്ട് മുഴുവൻ വക്കീലിനെതിരാ. വക്കീൽ എന്തിനാ സ്ത്രീ ഇടിച്ചിട്ടത്? അത് വക്കീലിനല്ലേ സാർ അറിയൂ. ഈ സ്ത്രീ എന്ന് പറയുന്നത് ആ ശരത്തിന്റെ അമ്മയാ. ശരത്തും വക്കീലും തമ്മിലുള്ള ശത്രുത സാറിനറിയാലോ. ഇപ്പം വക്കീലോടുണ്ട് ആശുപത്രിയിൽ. അവിടെ നമ്മുടെ ഷാഡോ പോലീസിനെ ഇട്ടിട്ടുണ്ട്. താനെ വണ്ടി എടുക്കും. ഇതൊന്നും അധികം വെച്ചോണ്ടിരിക്കാൻ പാടില്ല. ശരി സാർ. ഡോക്ടർ. എന്താ ശരത്തെ? ഡോക്ടർ എനിക്ക് ഒരു ഉപകാരം കൂടി ചെയ്തു തരണം. എന്താ വേണ്ടത്? എന്തായാലും ഓർഗൻസ് ഡൊണേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അതിൻ്റെ കൂടെ എൻ്റെ അമ്മയുടെ ബോഡി കൂടി മെഡിക്കൽ കോളേജിന് കൊടുത്താൽ കൊള്ളാവുന്നുണ്ട്. പണ്ട് അങ്ങനെ കൊടുക്കുന്നതിനെ കുറിച്ച് അമ്മ പറയായിരുന്നു. മെഡിക്കൽ വിദ്യാർത്ഥികൾ അമ്മയുടെ ശരീരം കീറി പഠിക്കട്ടെ. സീരിയസ് ആയിട്ടാണോ ശരത്തി പറയുന്നത്? അതെന്താ അങ്ങനെ ചോദിച്ചേ? ഓ,
ഞാനായതുകൊണ്ടായിരിക്കും അല്ലേ? ദേവിക എന്തായാലും എന്നെ വിശ്വസിച്ചിട്ടില്ല. നിങ്ങൾക്കും ദേവിയുടെ തീരുമാനമായിരിക്കുമല്ലോ. എന്നാ ഡോക്ടർ സത്യം മനസ്സിലാക്കണം. ഞാൻ മാറി. പഴയ ശരത്തല്ല ഇപ്പൊ ഞാൻ. ഒരുപാട് മാറി. മാറാൻ അധിക സമയമൊന്നും വേണ്ട ഡോക്ടറെ. ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് മതി. ആ അതിന്റെ ജീവിക്കുന്ന സാക്ഷിയാണ് ഞാൻ. ശരത്ത് മാറിയോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. അതെന്റെ വിഷയമല്ല. പക്ഷേ ഇപ്പം എടുത്ത തീരുമാനം, അതിന് ശരത്തിനെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല. അധികം ആരും ചിന്തിക്കാത്ത കാര്യമാണ് ശരത്ത് ചിന്തിച്ചത്. വലിയൊരു പുണ്യപ്രവൃത്തിയാണ് ശരത്ത് ചെയ്തത്. ഇതിനുള്ള കൂലി ദൈവം ശരത്തിന് തരും. വേണ്ട, തിരിച്ചൊന്നും പ്രതീക്ഷയല്ല ഡോക്ടറെ ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. എനിക്കൊന്നും വേണ്ടതാണ്. എൻ്റെ എല്ലാമായ അമ്മ പോകാൻ പോകും. അതിന് വലുതല്ല എനിക്ക് മറ്റൊന്നും.